അഭിലാഷ്, ഇനിയുള്ള മറ്റ് തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ എന്താണിന്ന് 5ാം നാളാണ്. 5ാം നാള് വലിയ കാര്യമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവിടെ നിന്നും നമുക്ക് അങ്ങനെ വളരെ അപൂർവമായി ഉണ്ടാകുന്നുള്ളൂ. ഇന്ന് അവിടെ ഒരുപാട് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലേക്ക് സാന്ത്വനവുമായി ഒരുപാട് പേര് എത്തി. തിരച്ചിൽ 5ാം നാൾ ഉച്ച കഴിയുമ്പോൾ എങ്ങനെയാണ്? 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഇവിടെ ചൂരൽമല മേഖലയിൽ നിന്ന് 2 മൃതദേഹങ്ങളാണ് കിട്ടിയത്. ചാലിയാർ ഭാഗത്തു നിന്ന് 2 മൃതദേഹങ്ങളും കൂടി ലഭിക്കുകയുണ്ടായി. ഔദ്യോഗിക കണക്കനുസരിച്ച് 204 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പക്ഷേ അനൌദ്യോഗികമായി സർക്കാർ വൃത്തങ്ങൾ തന്നെ, ഞാൻ ചില പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമായൊക്കെ സംസാരിച്ചിരുന്നു, അവർ പറയുന്നത് ആ കണക്കിനും മുകളിലായിരിക്കും. കാരണം ചില പാടികളിലെയും അതുപോലെ തന്നെ എസ്റ്റേറ്റുകളിലെയും അംഗങ്ങളുടെ കണക്ക് പൂർണ്ണമാണെന്ന് അവർ തന്നെ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് അനൌദ്യോഗികമായി പറയുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പലരുമായും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് വളരെ ആഴത്തിലാണ് മണ്ണ് വീണിരിക്കുന്നത്. മീറ്ററുകളോളം മണ്ണ് വീണിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ്കവേഷനാണ് നടക്കുന്നതെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഈ നദി സമ്പൂർണ്ണമായി തന്നെ നദി കോരിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച്, ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് കോരിയെടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കാര്യമായ നിലയിൽ കൂടുതൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിന് സമാന്തരമായിട്ടൊരു ഒരു വലിയ JCB വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇവിടെ 5ാം ദിവസവും നടക്കുന്നത്. പക്ഷേ കാര്യമായ പുരോഗതിയില്ല. അതല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു നേച്ചർ അങ്ങനെ തന്നെയാണെന്നാണ് ഈ രംഗത്ത് പരിചയമുള്ള രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇനി അങ്ങനെ ഇവിടെ നിന്ന്, അതായത് അത്രയും ആഴത്തിലാണ് മണ്ണ് വീണിരിക്കുന്നത്, അത്രയും ഉയരത്തിലാണ് മണ്ണ് വീണിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എല്ലാ ബോഡിയും കണ്ടെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ സാധ്യമായിരിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. 5ാം ദിവസവും ഇവിടെ രക്ഷാപ്രവർത്തകരുടെ വലിയ നിരയുണ്ട്. എല്ലാവരും കർമ്മനിരതരാണ്. ഉപകരണങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ദൗർലഭ്യവുമില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പോലും ഇന്ന് ഇവിടെ ചൂരൽമലയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ള അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ മൃതദേഹങ്ങൾ ലഭിക്കുമ്പോഴും ആ മൃതദേഹ ഭാഗങ്ങൾ എന്ന് പറയുന്നതാകുമ്പോൾ കൂടുതൽ ശരി. കാരണം ഇതിപ്പോൾ ഈ 2-3 യുവാക്കൾ പോലും പോയത് മൃതദേഹങ്ങൾ തേടി അങ്ങ് സൂചിപ്പാറ മേഖലകളിലേക്കൊക്കെയാണ്. ഒരുപാട് പേർ തിരച്ചിൽ നടത്തുന്നുണ്ട്. തിരച്ചിൽ കിട്ടുന്ന ഭാഗങ്ങൾ കരളലിയിപ്പിക്കുന്നതാണ്. കാരണം ചേർത്ത് വെച്ചാൽ പോലും ഒരു മനുഷ്യരൂപം ആകില്ല. ആ നിലയ്ക്കാണ് അവയവ ഭാഗങ്ങൾ ലഭിക്കുന്നത്. 5ാം നാളിലെത്തുമ്പോൾ അതിൻ്റെ ദുഷ്കരമായ അവസ്ഥ കൂടി. തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമാണ് കാര്യങ്ങൾ. നമുക്കത് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ദൂരത്തിൽ ആഴത്തിൽ മണ്ണെടുക്കുന്നത് കാണാം. ഹിറ്റാച്ചുകൾ പണിയെടുക്കുന്നത് കാണാം. JCBകളും ഹിറ്റാച്ചുകളും ഇപ്പോൾ അവിടെ കുഴിയെടുക്കുന്നത് കാണാം. ഇത് ഒരു നദീതടമായിരുന്നു. നമ്മൾ വെള്ളാർമല സ്കൂളാണ് ഈ കാണുന്നത്. വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ടിപ്പുറമാണ് കാണുന്നത്. ആ വെള്ളാർമല സ്കൂളിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് ഇന്നലെ 8 ബോഡികൾ കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ പരിശോധനകൾ നടക്കുന്നത്. പക്ഷേ അങ്ങനെ പരിശോധനകൾ നടക്കുന്നു. ഇന്നലെ കണ്ട ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച, വിവരിക്കാൻ പ്രയാസമുള്ള കാഴ്ചയാണ്. ഒരു ചോറ്റുപാത്രവുമായി ഇവിടുത്തെ ഹെൽത്ത് സെന്ററിൽ രക്ഷാപ്രവർത്തകർ വന്നിട്ട് ആ ചോറ്റുപാത്രം അവിടെ വെച്ചിട്ട് ശരീരഭാഗങ്ങളാണിത്, ആംബുലൻസ് വരുമ്പോൾ അതിൽ കയറ്റണം എന്ന് പറയുന്ന വളരെ ദാരുണമായ, അത്രയും ദയനീയമായ അവസ്ഥയാണ്. ഇതുപോലെ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദുരന്തമുണ്ടായാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്കത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നത് ഏറ്റവും ഖേദകരമാണ്. അപ്പോൾ നമ്മളിതിനെ രക്ഷാപ്രവർത്തനം എന്നൊന്നും ഇനി വിളിക്കുന്നതിൽ അർത്ഥമില്ല. തെരച്ചിൽ നടത്തുകയാണ്. ആഴത്തിൽ മണ്ണെടുത്തുകൊണ്ട്, പരമാവധി ആഴത്തിൽ കുഴിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പക്ഷേ വളരെ അധികം മീറ്ററുകളോളം ഉയരത്തിൽ മണ്ണുകൾ ഉണ്ടെന്നാണ് ഇവിടെ ഈ ലാൻഡ് സ്ലൈഡുകളിൽ തന്നെ, അതായത് പുത്തുമല അടക്കമുള്ള മണ്ണിടിച്ചിലുകളിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ള രക്ഷാപ്രവർത്തകർ പറയുന്നത്. വളരെ വളരെ ദുഷ്കരമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഒരുപാട് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും. അഭിലാഷ്, ഇന്നത്തെ അന്തരീക്ഷത്തിന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? ഇന്ന് ഇപ്പോൾ വെയിലാണ്. നേരത്തെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മഴ പെയ്തിരുന്നു. പക്ഷേ എന്നാലും കാലാവസ്ഥ ഇന്ന് മോശമല്ലാത്തതാണ്, അതായത് പ്രസന്നമാണ് എന്ന് പറയാം. ഇവിടെ അലർട്ടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മലമുകളിൽ അല്പം കോടയൊക്കെ കാണാമെങ്കിലും ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിലൊരു തടസ്സം സൃഷ്ടിക്കുന്നില്ല. കാലാവസ്ഥയുടെ പ്രശ്നമില്ല. അഭിലാഷ്, അത്യാവശ്യ റഡാറുകൾ കൂടി എത്തിക്കുമെന്ന് അറിയിച്ചു. അത് എത്തിയിട്ടുണ്ടോ? കാരണം നേരത്തെ നമ്മൾ ഇവിടേക്ക് ഷിരൂരിലൊക്കെ കണ്ട തിരച്ചിൽ പോലെ മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങൾ അതിവേഗം സെൻസർ ചെയ്യാനുള്ള റഡാർ, സ്കാനറൊക്കെ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അതെങ്ങനെ പുരോഗമിക്കുന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ.
റഡാർ പരിശോധന ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നും നടക്കുന്നുണ്ട്. അത് ഏറ്റവും മുകളിൽ, അതായത് മുണ്ടക്കൈ ടോപ്പ് എന്ന് പറയാവുന്ന പുഞ്ചിരിമുട്ട മുതൽ, പുഞ്ചിരിമുട്ടത്ത് ആണ് തുടക്കം, അതായത് റാണിമല പൊട്ടി ഒഴുകി വന്ന ആദ്യത്തെ ആഘാതമുണ്ടായത് പുഞ്ചിരിമുട്ടത്താണ്. പുഞ്ചിരിമുട്ടത്ത് നിന്ന് താഴേക്കാണ് മുണ്ടക്കൈ അങ്ങാടി കഴിഞ്ഞ് മുണ്ടക്കൈ സ്കൂൾ, അത് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളാർമല സ്കൂളിരിക്കുന്ന ഭാഗത്തേക്കും ചൂരൽമല അങ്ങാടിയിലേക്കും അതിന് താഴത്തേക്കുമൊക്കെ ഈ ഉരുള് പൊട്ടി ഇറങ്ങി വന്നത്. അത് കിലോമീറ്ററുകളോളം ദൂരമുള്ള സ്ഥലമാണ്. ഇവിടെ ധാരാളം വീടുകൾ, കെട്ടിടങ്ങൾ, അഭിലാഷ്, എന്തായാലും